പറയുന്നത് എല്ലാ മനുഷ്യരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരുവൻ പോലും പാപത്തോടുകൂടെ നരകത്തിൽ പോകരുത്, നിത്യമായി പിശാചായി തീരരുത് മനുഷ്യരാരും. അപ്പോഴോ അവരെല്ലാം മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ഛായയില, ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ്. അപ്പൊ ദൈവിക സ്വഭാവം എല്ലാം മനുഷ്യരിലുണ്ട്. അവന്റെ ഉള്ളിൽ ഈ ദൈവ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹം പുറത്തേക്ക് വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒരു സ്നേഹം ആഴത്തിൽ പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോ മനുഷ്യന് നിത്യജീവൻ പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അതെല്ലാം മനുഷ്യരും പാപികളാണ് എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഞങ്ങൾ ഈ 7 കണ്ടിയിൽ നിന്ന് വചനം പറയാനുള്ള കാരണം. എന്താണ്? 7 കണ്ടിയിലുള്ള എല്ലാ മനുഷ്യരുടെയും ആത്മാവ് ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. അവരുടെ ആത്മാവ് നിത്യതയിൽ മരണത്തിന് ശേഷം ദൈവത്തിനെത്തണം, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം. അപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നത് മനുഷ്യരെല്ലാവരും പാപികളാണ് എന്നുള്ളതാണ്. ഞാനടക്കം നിങ്ങളടക്കം സകല മനുഷ്യരും എന്താണ്? പാപികളാണ്. ഈ പാപത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിക്കാനോ ദൈവത്തെ ദർശിക്കാനോ കഴിയില്ല. കാരണം ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തോടു കൂടെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോ അതിന് മനുഷ്യന് പ്രധാനമായി മനുഷ്യനെ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ, സ്വർഗരാജ്യം പ്രാപിക്കാനായിട്ട് മനുഷ്യനിൽ തടസ്സമായി കുടികൊള്ളുന്ന ഒരു ഘടകം പാപമാണ്. എല്ലാ മനുഷ്യരും പാപിയാണ് എന്നതാ. അപ്പൊ അവിടെയാണ് ഞങ്ങള് ഈ പരസ്യവേദിയിൽ, ഈ 7 കണ്ടിയിൽ ക്രിസ്ത്യാനികള് ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥലത്ത് വന്ന് ഈ സുവിശേഷം പറയാൻ കാരണം, ഈ പാപത്തിന് പരിഹാരം ചെയ്ത ഒരു ദൈവം യേശു മനുഷ്യനെ നിത്യജീവൻ പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്നത് മനുഷ്യന്റെ പാപമാണ്. അപ്പോൾ ആ പാപത്തിന് പരിഹാരം ചെയ്യാനായിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. യേശു ലോകത്തിലേക്ക് വന്ന് പാപമില്ലാത്തവനായി മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് മനുഷ്യവംശത്തിന്റെ മുഴുവനും പാപങ്ങൾക്ക് അവൻ പരിഹാരം ചെയ്തു. ഈ പാപമില്ലാത്തവൻ എങ്ങനെയാണ് 2 കള്ളന്മാരുടെ നടുവിൽ വലിയ കള്ളനായിട്ട് എണ്ണപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടവർ മനുഷ്യന് സങ്കല്പിക്കാനാവാത്ത വിധം പീഡ സഹിച്ച് മരിക്കേണ്ടി വന്നത് എന്താണ്? ഞാനും നിങ്ങളും പാപികളാണ്, എന്റെയും നിങ്ങളുടെയും പാപത്തിന് പകരമാണ് യേശു ഈ പീഡ സഹിച്ചത്. അങ്ങനെ യേശു പീഡ സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുക വഴി സൗജന്യമായ പാപക്ഷമ എല്ലാ മനുഷ്യർക്കും ലഭ്യമാണ്.